നമ്മൾ തുപ്പനാട് ജുമാ മസ്ജിദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. അവിടേക്ക് ഈ 4 വിദ്യാർത്ഥിനികളുടെയും ശവമഞ്ചങ്ങൾ എത്തിക്കുകയാണ്. അമിത വേഗതയിൽ വന്ന സിമൻ്റ് ലോറി, ആ ലോറി ഉണ്ടാക്കിയ അപകടം, അതാണ് ഈ 4 വിദ്യാർത്ഥിനികളുടെയും മരണത്തിന് കാരണം. പരീക്ഷ കഴിഞ്ഞ് ക്രിസ്മസ് പരീക്ഷ എഴുതി ആ പരീക്ഷ നന്നായി എഴുതാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ കടയിൽ നിന്ന് മിഠായിയൊക്കെ വാങ്ങി സ്കൂളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥിനികളാണ് അപകടത്തിൽ പെട്ടത്. മരിച്ച ഇർഫാന അബ്ദുൾ സലാമിൻ്റെ 3 മക്കളിൽ മൂത്തയാളാണ്. ഒരു പൊടിമില്ലിൽ ജോലി ചെയ്തു വരികയാണ്. അങ്ങനെ തീരെ സാധാരണ നിലയിൽ നിന്നുള്ള കുടുംബങ്ങൾ ആണ് ഈ 4 പേരുടെയും. ഓട്ടോ ഡ്രൈവറായ റഫീഖിൻ്റെ മൂത്ത മകളാണ് മരിച്ച റിദ ഫാത്തിമ. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉൾപ്പെടെ 3 പേരായിരുന്നു മക്കൾ. നിദ ഫാത്തിമയുടെ അച്ഛൻ പ്രവാസിയായിരുന്നു. കുറച്ച് നാളുകൾ മുൻപാണ് നാട്ടിലേക്ക് എത്തിയത്. 2 മക്കളിൽ ഒരാളെയാണ് അവർക്ക് നഷ്ടമായത്. പലചരക്ക് കട നടത്തുന്ന ഷറഫുദ്ദീൻ്റെ 2ാമത്തെ മകളാണ് മരിച്ച ആയിഷ. വിലാപയാത്ര ഇപ്പോൾ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. 4 ശവമഞ്ചങ്ങളും പള്ളിയിലേക്ക് വിലാപയാത്രയായി എത്തുകയാണ്. ഇനി അവർ 6 അടി മണ്ണിൽ അവസാനത്തെ നിദ്ര കൊള്ളും. സ്കൂൾ കലോത്സവത്തിലൊക്കെ ഒപ്പനയിൽ എന്നും മണവാട്ടിയായി ആയിഷ അണിഞ്ഞൊരുങ്ങിയിരുന്നു. കായിക മത്സരങ്ങളിലൊക്കെ എന്നും മുൻപിൽ നിൽക്കുന്ന കുട്ടിയായിരുന്നു ആയിഷ. എ ഗ്രേഡും ഒപ്പനയിൽ ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ഇവർ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഈ വരുന്ന 21-ന്. അതിൽ മണവാട്ടിയായി ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആയിഷ. ഒരുപാട് പ്രതീക്ഷകൾ, ആഗ്രഹങ്ങൾ, കനവുകൾ, മോഹങ്ങൾ മാക്കിവെച്ച് ആ കുരുന്നുകൾ മടങ്ങുകയാണ്. കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിനികളായിരുന്ന 4 പേരും ഇനി ഈ അടുത്തടുത്ത കുഴിമാടങ്ങളിൽ, അടുത്തടുത്ത ഖബറുകളിൽ നിത്യനിദ്രയിലാകും. തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് ആ 4 വിദ്യാർത്ഥിനികളുടെയും ശവമഞ്ചങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഖബറടക്ക ശുശ്രൂഷകളൊക്കെ ആരംഭിക്കും. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ ഉണ്ട്. അദ്ദേഹമാണ് മയ്യത്ത് നിസ്കാരം നടത്തിയത്. അവസാന യാത്രയിലും അവർ ഒരുമിച്ചാണ്. അവസാനമായ വേദനകളില്ലാത്ത ലോകത്തേക്ക് അവർ വിടവാങ്ങുന്നതും ഒരുമിച്ചാണ്. ാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 മൃതദേഹങ്ങളും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഖബറടക്ക ചടങ്ങുകളാണ് ഇനി നടക്കാനുള്ളത്. നേരത്തെ ടൗൺ ഹാളിൽ മയ്യത്ത് നമസ്കാരം സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു. ഈ പള്ളിയിലും മസ്ജിദിലും അവിടെ വിശ്വാസികളായ ആളുകൾക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരുമിച്ച് പഠിച്ച, ഒരുമിച്ച് കളിച്ചു വളർന്ന, ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന ആ കുരുന്നുകൾ മടങ്ങുകയാണ്. അരുൺ അമൃതനാഥ് ഇപ്പോൾ തുപ്പനാട് ജുമാ മസ്ജിദിലുണ്ട്. അരുൺ, 4 പേരുടെയും മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. മയ്യത്ത് നമസ്കാരം സാദിഖ് അലി ശിഹാബ് നേതൃത്വത്തിലാണ് നടന്നത്. അതിനുശേഷം ഇവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം ആയിരിക്കും ഖബറടക്കം. നാടൊന്നാകെ ഈ 4 പേർക്കും ഒപ്പം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പൊട്ടുന്ന നാട്ടുകാരെ നമ്മൾ കണ്ടു. ഈ ആയിഷയുടെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആയിഷയുടെ വീട്ടിലായിരുന്നു രാവിലെ മുതൽ ഞാൻ ഉണ്ടായിരുന്നത്. ഇന്നലെ മുതൽ തന്നെ ആയിഷയുടെ അധ്യാപകരെയും കൂട്ടുകാർക്കൊക്കെ പറയാനുള്ളത് ആ കുട്ടിയുടെ കലാപരമായ മിടുക്കിനെ പറ്റിയായിരുന്നു. ഒപ്പനയിൽ മണവാട്ടിയായിരുന്ന ആയിഷയെ പറ്റിയായിരുന്നു. ആ ഓർമ്മകളൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. 4 പേരെയും കുറിച്ചുള്ള അത്തരത്തിലുള്ള ഓർമ്മകൾ ഈ നാട്ടുകാരുടെ മനസ്സിലുണ്ട്. അതെല്ലാം കണ്ണീരായി അവരെ കുറിച്ച് ഓർക്കുമ്പോൾ പുറത്തേക്ക് വരികയാണ്. ആ ഓർമ്മകൾ നമ്മളോടൊക്കെ പങ്കുവെക്കുകയാണ്. പലർക്കും മിന്നിപ്പൊട്ടുകയാണ്, വാക്കുകളില്ലാതാവുകയാണ്. ഇനി ഇത്തരമൊരു കാഴ്ച കാണാൻ വയ്യ എന്നൊരു നാട് എപ്പോഴും പറയുന്നുണ്ട്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. ഓരോ അപകടം വരുമ്പോഴും, ഓരോ ദുരന്തം വരുമ്പോഴും ഇനി ആവർത്തിക്കരുത് എന്ന് നമ്മൾ ഉൾപ്പെടെ കേരളമാകെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്തരം വേദനകൾക്ക് നമ്മൾ സാക്ഷിയാവേണ്ടി വരും. അത് നിയോഗമാണ്. പക്ഷെ അത് ഒരിക്കലും താങ്ങാൻ ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ഒരു നാടും പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കണ്ണീരോടെ ഈ നാടുമാകെ ഈ കുട്ടികളെ യാത്ര അയക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകരുത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കും. പ്രതീക്ഷയുടെ കണികകൾ എപ്പോഴും
ഉണ്ടാകുക. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നമുക്കറിയാം. ഇന്നലെ ഈ അപകടം നടന്നു എന്ന് പറയുന്ന ആദ്യ മണിക്കൂറുകളിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതായിരുന്നു അത് പൊട്ടുകയാണ്, വാക്കുകളില്ലാതാവുകയാണ്. ഇനി ഇത്തരം ഒരു കാഴ്ച കാണാൻ വയ്യ എന്നൊരു നാട് എപ്പോഴും പറയുന്നുണ്ട്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. ഓരോ അപകടം വരുമ്പോഴും ഓരോ ദുരന്തം വരുമ്പോഴും ഇനി ആവർത്തിക്കരുത് എന്ന് നമ്മൾ ഉൾപ്പെടെ കേരളമാകെ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇത്തരം വേദനകൾക്ക് നമ്മൾ സാക്ഷിയാവേണ്ടി വരുന്നു. അത് നിയോഗമാണ്. പക്ഷേ അത് ഒരിക്കലും താങ്ങാൻ ആവുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ ഒരു നാടിന് പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കണ്ണീരോടെ ഈ നാടൊന്നാകെ ഈ കുട്ടികളെ യാത്ര അയക്കുമ്പോൾ ഇനി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകരുത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടായിരിക്കും. പ്രതീക്ഷയുടെ കണികകൾ എപ്പോഴും ഉണ്ടാകും. അതൊക്കെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നമുക്കറിയാം. ഇന്നലെ ഈ അപകടം നടന്നു എന്ന് പറഞ്ഞിരുന്ന ആദ്യ മണിക്കൂറുകളിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചതായിരുന്നു അത് മറ്റ് നിസ്സാരമായ പരിക്കുകളോടെയൊക്കെ കുട്ടികൾ രക്ഷപ്പെടണേ എന്നുള്ളതൊക്കെ ആയിരിക്കാം ആദ്യ മണിക്കൂറിലെ പ്രാർത്ഥന. പക്ഷേ ഇത്തരം പ്രാർത്ഥനകളും പ്രതീക്ഷകളും ഒക്കെ വിഫലമാകുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടാകും. അത്തരത്തിലൊന്നാണിത്. അത്തരത്തിലൊരു ഉദാഹരണം കൂടിയാണ്. അത്തരത്തിൽ നമ്മളൊക്കെ കണ്ണീരണിയിക്കുന്ന നമുക്ക് ഇത്തരം ഒരു സാഹചര്യത്തിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത വാർത്തകൾ തന്നെയാണിത്. ഇങ്ങനെയൊരു സംഭവങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് മറ്റുള്ളവരുടെ വികാരങ്ങൾ നമ്മൾ മരവിച്ചു പോകുന്ന ഒരുതരം മരവിപ്പാണ് ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്കുണ്ടാകുന്നത്. ഈ ആലപ്പുഴയിൽ അപകടം കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു അപകടത്തിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരളം സാക്ഷിയാവുന്ന കാഴ്ച. അപ്പോൾ മണ്ണാർക്കാടും കരിമ്പയും ഈ ചരണി ഉൾപ്പെടുന്ന ഈ ഗ്രാമപ്രദേശത്തെ ആളുകൾ ഉൾപ്പെടെ അവരുടെ കുട്ടികളെ നഷ്ടമായ വേദനയിലാണ്. ആ 4 പേർ ഇനി ആ നാട്ടിലില്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതെ വേറെ നിർവാഹമില്ല എന്ന് വേദനയോടെ അവർ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ മയ്യത്ത് നമസ്കാരം പൂർത്തിയായി ഖബർസ്ഥാനിലേക്ക് എത്തും. ബാക്കി ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് എന്തായാലും നടന്നിട്ടുള്ളത്. വേദനയോടെ തന്നെ കണ്ണീരോടെ നാട്ടുകാർ ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നാട് ഇവിടെ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ആര്യ, അഭിലാഷ്. കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല ഈ കാഴ്ചകൾ. ആ കുഞ്ഞുങ്ങളുടെ സങ്കടം ആർത്തലച്ച് കരയുകയാണ്. ഇത്രയും കാലം ഒരുമിച്ചുണ്ടായിരുന്ന കൂട്ടുകാരികൾ മടങ്ങുമ്പോൾ